ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 ഉണ്ട ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ്. ഇതിന് വരെ കറുത്ത ജീരകം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. മെൽറ്റായിട്ട് കുറച്ച് ചൂടൊന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മളിത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയിൽ അത്യാവശ്യം കരട് ഉണ്ടാവും. ആ കരടൊക്കെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും ഈ 1 കപ്പ് അരിപ്പൊടി 1/2 കപ്പ് മൈദ ഇതിലേക്കൊക്കെ എനിക്ക് വേണ്ടി വന്നത് 1.5 കപ്പ് വെള്ളം ഒഴിച്ച ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പസോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു അടുപ്പിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു നെയ്യപ്പവും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെ ഈ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കലക്കിയെടുത്തിട്ടുള്ളത്. ഈ രീതിയിലായിരിക്കണം വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ കുറച്ചിട്ട് കൊടുത്തെങ്കിൽ തന്നെ ഉള്ളൂ നമുക്കിത് വെന്ത് കിട്ടുള്ളൂ. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുറച്ച് സമയം ഒരു ഭാഗത്ത് വെക്കുക. അതിനുശേഷം അല്പം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് കോരി അതിൻ്റെ മേത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, അങ്ങനെ 2 ഭാഗവും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സോ തേങ്ങ കുറച്ച് ചിരകിയതോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചും കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. റവ ചേർത്തതുകൊണ്ടാണ് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി നെയ്യപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.